ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അപ്പം ഞാൻ ഇന്ന് ബോറടിച്ചിരിക്കുമ്പോഴാണ് കാർഡ്ബോർഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ വായോ നമുക്കൊരു സാധനം ഉണ്ടാക്കാം. അപ്പോൾ കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഞാൻ കാണിക്കുന്ന പോലെ രണ്ടാക്കി മടക്കണം. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ A4 ഷീറ്റ് മേടിച്ചിട്ട് A4 ഷീറ്റിലും ചെയ്യാം കേട്ടോ. കുട്ടികൾക്കൊക്കെ വെറുതെ ഇരിക്കും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് നല്ല ഇഷ്ടപ്പെടും. A4 ഷീറ്റ് ഉണ്ടെങ്കിൽ നല്ല കളറൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് ഞാനിത് 4ആക്കി മടക്കി പിന്നെ 6ആക്കി മടക്കിയിട്ടുണ്ട്. 6ആക്കി മടക്കിയ ശേഷം നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടുക. ഞാൻ വീഡിയോയിൽ കാണിച്ച രീതിയിൽ വേണം കേട്ടോ മടക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ശരിയായിട്ട് കിട്ടില്ല. എന്നിട്ട് അതിൻ്റെ താഴെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അടയാളപ്പെടുത്തിയ പോലെ അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു കുടൻ്റെ ഷേപ്പായിരിക്കും കിട്ടുക. അപ്പോൾ എനിക്കൊരു കുടൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരികയാണ്. നിങ്ങൾക്ക് വേറെ എന്തിലും ആണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. പേപ്പറിൽ വേണമെങ്കിൽ പേപ്പറിൽ ഉണ്ടാക്കി നോക്കാം. A4 ഷീറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് കളറൊക്കെ കൊടുത്തിട്ട് നല്ല വൃത്തിയിൽ ഉണ്ടാക്കി നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ വരയ്ക്കാൻ തോന്നുന്നു അതൊക്കെ വരയ്ക്കാം. ഇപ്പം ഞാനിവിടെ ജസ്റ്റ് കണ്ണും മൂക്കും വരച്ചിട്ട് കളർ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ മഴവില്ലിൻ്റെ കളറൊക്കെ കൊടുത്തിട്ട് മഴവില്ല് പോലെ പിന്നെ മുത്ത് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമുക്കതിൻ്റെ നേരെ ഒരു കട്ട് കൊടുക്കണം. ഈ കട്ട് ചെയ്ത ഭാഗം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം ഞാൻ ഈ കട്ട് ചെയ്ത ഭാഗം പശ കൊണ്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഒരു ബഡ്സ് എടുത്തിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കുടൻ്റെ പിടിൻ്റെ രീതിയിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കുട റെഡിയായി സിമ്പിളായി തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഇവിടെ വെറുതെ ഒന്ന് കാണിച്ചു തരികയാണ്. നിങ്ങൾക്ക് വേറെ പല മോഡലിലും ഉണ്ടാക്കാം കേട്ടോ.